rock it. Let's rock it. Cousins, yeah. Hey, Ruby, 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 Ruby. Hey, Ruby, 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 Ruby. Ruby, 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 Ruby. Oh, we are cousins. We are cousins. Sarigama Sagari, 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 Sagari. Sarigama Sagari, 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 Sagari. ചാറേ ചാറേ എനിക്ക് സുബിഹിയായി ചെന്ന് പോയിക്ക ആകെ കിട്ടണ ഞായറാഴ്ച. എന്തിന് ഞായറാഴ്ച? ഇടിയത് തിങ്കളാഴ്ചയാണ്. നമുക്കിന്ന് കോളേജ് തുറക്കുന്ന ദിവസമാണ്. നീ എന്താ പോത്തുപോലെ കിടന്നു തുടങ്ങണത്? സമയം നോക്കി നോക്കി സുബിഹിയായി. നിനക്കിന്ന് സുബിയൊന്നും നിസ്കരിക്കണ്ടേ? ഞാൻ നീക്ക ഈ വാക്കുള്ളവരെ വിളി. അല്ല, ഈ എല്ലാത്തിനും ഞാൻ തന്നെ വിളിക്കണോ? പറഞ്ഞ പോലെ ആറ്റുള്ള രണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പൂച്ചക്കുഞ്ഞേ പൂച്ചക്കുഞ്ഞേ എനിക്ക് എന്തോറക്കത്? ഇതൊന്നും ഉണ്ടാതെ പോയിക്ക ഹാബിയെ. ആകെ ഈ ടൈമിലാണ് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഈശ്വർ സാറയുടെയും ഐഷയുടെയും സ്കൂൾ മുതലുള്ള കളിക്കൂട്ടുകാരി. ആളൊരു ആംബിവേർട്ട് സ്വഭാവക്കാരിയാണ്. കുഞ്ഞുനാൾ മുതൽ ഇവൾ ഓർഫനേജിലാണ് വളർന്നത്. 18 വയസ്സിന് ശേഷം അവൾക്ക് ഓർഫനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നീട് ബീവിമാരുടെ നിർബന്ധപ്രകാരം അവളെ ഗോൾഡമൻസിലെ ഉപ്പമാർ ഗോൾഡമൻസിലെ ദത്തുപുത്രിയായി കൊണ്ടുവന്നു. പിന്നെ ഇവളാണ് കേട്ടോ അക്കുവിൻ്റെ പാട്ടിന് നമ്പർ 1 ഫാന്. അതിന് കാരണമുണ്ട്, അവളൊരു പാട്ടുകാരിയാണ് കേട്ടോ. ഈശോ, ഇത് ഞാനാ, ഹാബിയല്ല. അതിന് ഈ വന്നു വെച്ചിട്ട് കുറങ്ങാൻ പാടില്ല എന്നുണ്ടോ? ഓക്കെ, നിന്നോട് ഇനി സംസാരിക്കുന്നില്ല. ഹാബി എവിടെ? ഔ, പിണങ്ങിപ്പോണ കുട്ടിയെന്നാട് നിന്നേ. എനിക്ക് ഇപ്പോഴാണ് ഞങ്ങളെ കാണാൻ വരാൻ ടൈം ഉണ്ടായി. സാർ എന്നോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വാരുവാരം എടുത്ത് കൊടുക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരാഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാറില്ലേ? ഓ, അതിനല്ല പോയിന്. അല്ല, ഇവിടുത്തെ വായാടി എവിടെ? കാണാനല്ലോ. അത് ഓൾ രാവിലെ തന്നെ ബാത്റൂമിൽ കയറിയിട്ടുണ്ടാകും. നല്ലതാ. അപ്പോൾ നമുക്ക് ഒരു പണി കൊടുത്താലോ? എന്ത് പണിയാണ് മോൾ ഉദ്ദേശിക്കണേ? ഞാൻ തുടങ്ങാം, നീ കട്ടക്ക് കൂടെ ഉണ്ടായാൽ മതി. ബേബി ശക്തി ബേബി ശക്തി ബേബി ശക്തി ബേബി. ഹബീബ ഐഷുവിൻ്റെയും സാറുടെയും സ്കൂൾ മുതലുള്ള മറ്റൊരു കൂട്ടുകാരി. ഇഷുവിൻ്റെ ജീവൻ്റെ പാതയാണിവൾ. ഇഷുവിൻ്റെ ഒപ്പം ഇവളും കുഞ്ഞുനാൾ മുതൽ ഓഫണിലായിരുന്നു. പിന്നെ ഇവളാണ് ഗോൾഡൻ മൻസിലെ രണ്ടാമത്തെ തൂക്ക്. ഓൾക്ക് ആവശ്യത്തിന് കാര്യക്ഷമത ഉണ്ടെങ്കിലും ഓളെ നല്ലോണം ഇളക്കി വിട്ടാൽ അവളെ വായത്തെ കുറങ്ങോട്ട് കേൾക്കും. അഥവാ അതിനൊരു അന്ത്യമില്ല എന്നർത്ഥം. പിന്നെ വെറുതെ ഇങ്ങനെ വായടിച്ചു നടക്കുക ഓരോ കവിതകൾ ചെല്ല കവിതയാണ് പിള്ളേരുടെ മീന്. നമ്മൾ കവിത ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് നടക്കും ഈ ഹബീബ എന്ന ഹബീബ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റാണ് മെയിൻ. ചോക്ലേറ്റ് പറഞ്ഞവിടാണ്ട് വീഴൊരു പേര് നീക്കൂല. സമയം ഇത്രയേ, നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി വരണമെന്നൊന്നും ബോധമല്ലേ? ഐശ്വ, എനിക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലെ തന്നെ വന്നിട്ട് എന്നോട് ചൂടാവാൻ നിൽക്കണ എന്തിനാ? ഞാൻ പിന്നെ നിന്നോട് എന്ത് പറയണം? അല്ല, ഇപ്പം ഞാൻ എന്താ ചെയ്ത് ഇങ്ങനെ കിടന്ന് ചിലക്കാൻ വേണ്ടിയിട്ട്? എനിക്ക് നിന്നെ പോലെയല്ല ലോക്കൽസിനോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ല കേട്ടോ. എന്താണ് നടക്കുന്നേ? ഓ, വന്നല്ലോ അടുത്ത വരമാല. ഐശ്വ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ നിന്നോടൊക്കെ ഞാൻ എങ്ങനെ സംസാരിക്കണ്ടേ? എൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ശല്യമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവില്ലായിരുന്നു. അവൻ്റെടാ ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ നല്ല പോലെ ചെയ്യണ്ടേ? മനസ്സിലാക്കിയല്ലേ കൊച്ചു കള്ളി. മക്കളെന്നാലേ പുതിയ പണിക്കുള്ള പ്ലാൻ തയ്യാറാക്കുക. ഞാൻ പോയിട്ട് എനിക്ക് വേറെ പണി ചെയ്യട്ടെ. അവൻ കണക്കോന്തറപ്പല്ലേ കണ്ട് മഞ്ചത്തി ഹാബി ചോദിച്ചു അമ്മൻക ഐ ലവ് യു ഇംഗ്ലണ്ടിന്റെ ബേബി അക്കുൾ. അത് കേട്ട അമ്മൻക
പോലെ അല്ല ഇവിടെ ഷെഡ് കമ്പനിയാ. ഹൊല്ലി ഹൊല്ലി സാദിന ധീരെ ധീരെ പാദിന ഓഹോ നാദ് സൊല്ലി ഹൊല്ലി കാലേ മൊത്തേ പാദിന. ലതാര് എടോ താനാണ് ഈ ബിസിനസിന്റെ ഓണർ. തനിക്കാണ് ഈ ബിസിനസ് ഇവിടെ ചെയ്യാൻ അനുവാദം തന്നത്? ബിസിനസ്? വാട്ട് ബിസിനസ്? ഞാൻ എൻ്റെ പപ്പയല്ല ഉപ്പയുടെ ചെലവിലാണ് ജീവിക്കുന്നത്. പിന്നെ എന്നെ കണ്ടാൽ ഒരു ബിസിനസ്മാൻ്റെ ലുക്കൊക്കെ തോന്നും. കാരണം ഐ എം റിച്ച് ആൻഡ് ബാഡ് ബിച്ച്. ശരിയാ, ഈ റോഡിൽ ഇരുന്നിട്ട് സിറ്റി വെക്കൂലേ, അവർക്ക് നല്ല ലുക്ക് ഉണ്ട്. എടി എടി നീ ആരെടി? ചന്തേ നിങ്ങളാരാന്ന് ഞാൻ പറഞ്ഞുതരാ. ഏതൊരു ഭാഷ? അതൊന്നും ടോപ്പിക്. നിങ്ങളാര് അതൊരു ടോപ്പിക്. നീ ഹബീബ എന്ന ഹബി, അഥവാ എന്നെ ബെസ്റ്റ് യു നോ ദാറ്റ്. പിന്നെ ഇവൻ റാസിക്ക് എന്ന റാസി. പിന്നെ ഇവൻ നല്ല എൻ്റെ ഇപ്പം കുറ്റി പറിച്ചു വന്ന സാധനം. ഓ ഹാബിയോ? ആ ചുള്ളിക്കൊമ്പ് ഇത്രയും വലുതായോ? അല്ല ഇവളെങ്ങനെ നിന്റെ ബെസ്റ്റി? ഞാൻ മനുഷ്യൻകുട്ടിയാണ്, അപ്പൊ വളരെയൊക്കെ ചെയ്യും. ഈ വായാടി മറിയത്തിന്റെ നാക്ക് ഇപ്പോഴും അതുപോലെ തന്നെയല്ലോ. അത് പിന്നെ അപ്പോഴെപ്പോഴും ഒരേപോലെ തന്നെ, അവന് യാത്ര ഒപ്പില്ല. പിന്നെ ഇവളെൻ്റെ ബെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ മറ്റേ സാറില്ലേ, അവൾ വഴി ഇവിടെ പരിചയമുണ്ട്. അപ്പം പിന്നെ മെസ്സേജ് അങ്ങനെയൊക്കെ തന്നെ. അങ്ങനൊക്കെ വെക്കാം. നല്ലോണം ഒരുങ്ങിയിട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മനിക്കെന്നെ കാണാൻ പോകുന്നതാണ്. അതാരാ? ക്രഷ് ലെവല് കൊള്ളാമല്ലോ. മോളെ ഇവിടെ പറയോ. എന്താണ് കാക? ഫസ്റ്റ് ഇയർ ആണോ? ആ അതെ. കുട്ടിക്ക് അറിയോ? ഇല്ലല്ലോ. എനിക്ക് കുഞ്ഞറിയില്ല. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് അല്ലേ? കുട്ടി ഫസ്റ്റ് കൂട്ടി പറ. പിന്നെ ഞാൻ എൻ്റെ പറയാ. അഹാന. ഓ വളരെ നല്ല പേര്. പിന്നെ എൻ്റെ പേര് ജമീർ മാലിക് ഫ്രം ഗോൾഡൻ മെൻസ്. കൂടുതലടുപ്പമുള്ളവരെന്നെ ജമീർ വിളിക്കും. കുട്ടി എന്നെ വിളിച്ചോളൂ. കാക്കുകൾ കൊള്ളാലോ. അപ്പൊ ശരി, എന്നാ നമുക്ക് പിന്നാലാട്ടെ ശ്രമിക്കാം. എല്ലാം കൂടി ഇഷ്ടപ്പെടുന്നു. എടാ നിർത്ത്. അപ്പോൾ നിങ്ങളിവിടെ നിൽക്കിട്ടോ, എനിക്ക് കുറേ പണിയുള്ളതാ. ഞാൻ പോവാണേ. പിന്നെ റാസി ഇവനൊന്ന് പ്രത്യേകം നോക്കിക്കോ, അല്ലെങ്കിൽ ഇവൻ നമുക്ക് അടി വാങ്ങിത്തരും. നിങ്ങൾ ക്ലാസ് പോയിക്കോ, എനിക്ക് ഇവിടെ പ്രിൻസിപ്പാളുടെ റൂമിലേക്കൊന്ന് പോയിട്ട് വരാനുണ്ട്. അല്ല സാറോ, അതെവിടെയാണ്? അത് ഇവിടെ നേരെ പോയിട്ട് ഒരു എ ബ്ലോക്ക് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന്. അവിടെ തന്നെ. ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ ക്ലാസ് കടന്നോളി. മെലമെനി താരങ്ങൾ നമ്മെ നോക്കി ചിമ്മവേ, എനിക്ക് പ്രേമിക്കാൻ ആരുമില്ല, ഇടപ്പഴക്കം നീ നൽകുകില്ലേ, എനിക്ക് സ്നേഹിച്ച് പരിചയമില്ല, എന്നാലും മാക്സിമം ശ്രമിക്കത്തില്ലേ. ഹെനിമ സ്വീറ്റ് നിമ എന്മുഖ പാടത്തിൽ നിന്നെന്ത് തള്ളിമ. ഹെനിമ സ്വീറ്റ് നിമ അതാരാ? ഒന്ന് മുട്ടി നോക്കിയാലോ. ഓ റാക്കിയ. ഒന്ന് നിന്നേ. യെസ്. ഹായ്, ഫസ്റ്റ് ഇയർ ആണോ? ആണെങ്കിൽ എന്താടാ നിന്റെ സൗന്ദര്യത്തിൽ ഗൗരവം? നേരം പോലെ പറഞ്ഞാൽ മതി. ആണെങ്കിൽ ആണ് എന്ന് പറ. ഫസ്റ്റ് ഇയർ ആണല്ലേ? എന്താ നിന്റെ പേര്? ഐ ഹാവ് നോ നെയിം. ബട്ട് വൈ? നിന്റെ പേരൻസ് എന്താ നിനക്ക് പേരിടാൻ മറന്നോ? സാധാരണ
പേരിട്ടിട്ടാണ് എല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ ചേർത്താറ്. എനിക്ക് പേരില്ലാതെ നീ എങ്ങനെ ഈ കോളേജിൽ ചേർന്ന്? ഇവള് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കിട്ടും. അതെ താത്ത, എനിക്കിവിടെ വേറെ കുറേ പണിയുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോട്ടെ. എനിക്ക് ഇവിടെ സംസാരിച്ച് നിൽക്കാൻ തീരെ സമയമല്ല. ഓ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇയർ അല്ലേ, അതിൻ്റെതായ തിരക്കുണ്ടാവും. ഓക്കെ, വിട്ടോ. പിന്നെ വേറെ ദിവസം ഞാൻ നിന്നെ എടുത്തോളാം. എൻ്റെ ഐഷു, ഈ എന്താ പ്രിൻസിപ്പാളാണ് അവരെ വന്നിട്ട് ഇവിടെ നിൽക്കണേ? കണ്ടെങ്കിൽ വേഗം വാ, അവിടെ ഫ്രഷേഴ്സ് പ്രോഗ്രാം തുടങ്ങാൻ തുടങ്ങി. ആ അതെ, അക്കുക്കാടെ പ്രോഗ്രാം ഫസ്റ്റ് ഉണ്ടാവുക. ഹഫ്സുക്കാടെയോ? ആ മനുഷ്യനെ ഞാൻ ഇന്നലെ വന്നിട്ട് കണ്ടതേ ഇല്ലല്ലോ. ആ ഇനിയിപ്പോൾ എന്താ കാക്കുവിനെ ഇപ്പം കാണാൻ വാ. ഹായ്, ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ ഫ്രഷേഴ്സ് പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അഭിമാനമായ നമ്മുടെ സഖാവിൻ്റെ പാട്ട് കേട്ട് നമുക്ക് ഈ ഫ്രഷേഴ്സ് പ്രോഗ്രാം തുടങ്ങിയാലോ? അപ്പോൾ പാട്ട് പാടാനായി നമ്മുടെ സഖാവിനെ നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം മിസ്റ്റർ അഫ്സൽ അഹ്മാൻ ഉമർ. കാക്കുല്ലേ അങ്ങനത്തെ വരത്തുള്ളൂ. പക്ഷേ അക്കുക്കാടെ പാട്ട് മാറിപ്പോയി. ഇതായിരുന്നു അഫ്സുക്ക. എന്താ മോളെ, അക്കുക്കാനെ കണ്ടപ്പോൾ അത്ര വലിയ ഫോട്ടോയിലൊന്നും ഇതിനു മുമ്പ് ഈ കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ പഠിക്കുമ്പോൾ ഇപ്പാരപ്പം പോയതല്ലേ, അപ്പം പിന്നെ ഇപ്പം കണ്ടിട്ട് മനസ്സിലായി എന്ന് വരണമെന്നില്ലേ? ആ മതി നമുക്ക് ക്ലാസ്സിൽ പോവാന്ന. അഫ്സൽ അഹ്മാൻ ഉമർ, ഓഫീസിലോട്ട് വാ. ആ സാർ, ഞാനിതാ വരുന്നു. ആ ഇതാര് സഖാവോ? ഇതാണ് നീ പറഞ്ഞ 3 കക്ഷികൾ? ആ അതെ, ഇവറ്റാളെ ഇവറ്റാളെ ഈ പാർട്ടിയിലൊരു മെമ്പർഷിപ്പ് കൊടുക്കാനാ. ഈ 3 പേർക്കൊന്ന് കൊടുത്തേക്ക്. പിന്നെ നമ്മുടെ പാർട്ടീനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇപ്പോൾ വരാം. ആ ഫസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പാർട്ടീനെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാം? ചുവപ്പ് നിറമാണെന്നറിയാം. ഓ വെരി ഗുഡ്, എനിക്ക് ഇത്രയൊക്കെ അറിയാം. എനിക്ക് ഇൻട്രസ്റ്റ് വരാൻ ഇങ്ങനെ ലൈബ്രറി പോയിട്ട് ഇങ്ങനെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓരോ ബുക്സൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് അങ്ങനെയൊക്കെ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. എനിക്കിതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ മേലനങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്ത് തേങ്ങയുടെ അറിയാം, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അത്ര. എനിക്ക് അറ്റ്ലീസ്റ്റ് ആ പാർട്ടി എങ്ങനെ ഉണ്ടായിന്നേലും അറിയാവോ? ഓ ബ്രോ, എന്നെയാണോ കളിയാക്കുന്നേ? റാസി, നിന്റെ ഈ പുച്ഛിക്കുന്ന ബ്രദറിന് നിന്റെ ഉള്ളിലെ സഖാവിനെ നീ കാണിച്ചു കൊടുക്ക്. പട്ടിണി എടുക്കുന്നവൻ്റെ വയറും പണിയെടുക്കുന്നവൻ്റെ ദുരിതവും കാണുമ്പോൾ കണ്ണു നിറയുന്നു കമ്മ്യൂണിസം. അത് ഈ റാസിക്കലി ഒരുപാട് കേട്ടറിഞ്ഞിട്ടുണ്ട്. മണ്ണിനെ ചോപ്പിക്കാനല്ല കമ്മ്യൂണിസത്തിന് ചോപ്പ്. വർഗീയതയുടെ പൊയ്വെയിലത്ത് പാവങ്ങൾക്ക് തണലേകുന്ന ചില കൽപ്പക വൃക്ഷങ്ങളുണ്ട്. ഇവിടെ അവയ്ക്ക് വളമാകാനാണ് കമ്മ്യൂണിസത്തിൻ്റെ ചോപ്പ്. ആ ചുവപ്പും കൂടി ഏത് പ്രതിസന്ധിയിലും ഉയർത്തിപ്പിടിക്കാൻ ആണത്തമുള്ളവനാണ് സഖാവ്. ഏത് തടവറക്കുള്ളിലും കൊലവറ ചോട്ടിലും കൊലക്കത്തിക്ക് നേരെയായാലും
പതറാതെ നിൽക്കുന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ സാറ് എവിടെ പോയി കിടക്കുക? ക്ലാസ് തുടങ്ങാനായല്ലോ. എപ്പോൾ പോയതത്? അതിനെ കാണില്ലല്ലോ. അവള് ചിലപ്പോൾ ഏതെങ്കിലും പഠിപ്പികളുടെ പിന്നാലെ നടക്കുന്നുണ്ടാവും. ആ റംസുക്ക് ഉണ്ടല്ലോ, റംസുക്കാരൻ പിന്നാലെ പോവും. ഉമ്മക്കേ ജസ്റ്റ് ഞങ്ങൾക്ക് ഇറങ്ങാം, എന്നിട്ട് അവളും കൂടെ നോക്കാം. ആ അത് ശരിയാ, ഞാനിവിടെ കോളേജ് മുഴുവനായിട്ട് കാണാണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ആവല്ലോ. മോളെന്നവിടെ നിന്നേ. ഇതേതൊരു വാഴ? ഇതൊരു മരവാഴ. ആ എത്ര ദിവസമായി കണ്ടിട്ട്? ദിവസങ്ങളല്ല, മാസങ്ങളായി. ഈ കോളേജൊന്ന് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്തായാലും ഇപ്പോൾ തുറന്നല്ലോ, കണ്ടല്ലോ. അല്ല, എന്തോ ഒരു മാറ്റം. ആ എനിക്ക് പ്രിയപ്പെട്ട ആ നീലമൊഴികൾ അതെവിടെ? വെയിറ്റ്, നീ അത് മറച്ചു വെച്ചിക്കാണോ? എന്തിനാ നീ മറച്ചു വെച്ച്? നിനക്കറിയുന്നതല്ലേ ഈ ഇക്കാക്ക് ആ മേഘകൾ ഒരുപാടങ്ങ് ഇഷ്ടമാണെന്ന്. നാളെ മുതൽ ഈ ലെൻസ് ഊരി വെച്ചിട്ട് ഇക്കാൻ്റെ മുകളിൽ വന്നാൽ മതി ട്ടോ. അല്ല, ഇതൊക്കെ പറയാൻ നീ ആരാടാ? അവൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. അതിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് പോവായിരുന്നു. അല്ല, നീ ആരടി? മോളെ, ഇത് മോളുടെ പുതിയ കൂട്ടുകാരിയാണോ? എന്നാലും കൊച്ചൊന്ന് മാറി നിൽക്കും. ഇത് ഞങ്ങൾ കപ്പിൾസ് തമ്മിലുള്ള സംസാരമാണ്. എൻ്റെ കസിൻ്റെ കാര്യം ഞാനല്ലാതെ പിന്നെ ആരാടാ നോക്കുക? അശു, നീ മിണ്ടായിരിക്കും. ഇഷ്യൂ നമുക്ക് പോവാം. ഷേ, അങ്ങനെ പോവല്ലേ മുത്തേ, ഒന്നിവിടെ നിന്നേ. നായിന്റെ മോനെ, എന്റെ പെണ്ണിന്റെ കൈ തൊട്ട് കളിക്കാൻ നീ ആയടാ? ഏതൊരു പക്ഷ നേതാവോ? നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. നീ നിന്റെ പണി നോക്ക്. നിന്നോട് ഞാൻ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ നേരെ നീ വരരുതെന്ന്. എന്നിട്ടും നിന്റെ വാക്കിന് നിനക്കൊരു വിലയില്ലല്ലേ? അതിന് നീ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്റെ ആരാ? എന്നെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തമാക്കാനും എനിക്ക് നന്നായി അറിയാം. അതിനിപ്പോൾ ഏത് വാപ്പാൻ്റെ മോൻ വന്നാലും ഈ ഈശല് അവൾ എൻ്റെ പെണ്ണാ. ഡാടാ നിർത്തി പോയിക്കോ നീ. അവൾക്കൊരവകാശിയേ ഉള്ളൂ, അത് ഞാനാ, അല്ലാണ്ട് നീയല്ല. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കണത് ഞാൻ മാത്രമാണ്. ഇനി എങ്ങാനും നീ അവളെ പിന്നാലെ മണപ്പിച്ച് നടന്നാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇതാവില്ല എൻ്റെ സ്വഭാവം. ഞാൻ അവളുടെ പിന്നാലെ നടക്കുകയും ചെയ്യും, അവളുടെ കൈ പിടിക്കുകയും ചെയ്യും, വേണമെങ്കിൽ ഞാൻ കിട്ടുകയും ചെയ്യും. എടാ നീ വല്ലാണ്ട് കളിക്കണ എന്നോട്. അക്മർ, നിനക്ക് അവൻ്റെ സ്വഭാവം അറിയുന്നല്ലേ? വീട്ടേക്ക് ഫസ്റ്റ് ഡേ എന്നെ തലണ്ടാക്കാൻ നിൽക്കണ്ട. വിടണോ വേണ്ടേന്ന് എനിക്കറിയാം. പൊന്നുമോൻ, മോൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്ക്. ഹൈഷ്, ഇത് ഇഷ്ടപ്പെട്ടത് സോൾവ് ആയോ? ഇതിലും വേദന ആസിക്കായിരുന്നു. അതാകുമ്പോൾ 2 തല്ല് കാണായിരുന്നു. ഇഷു, നീ എൻ്റെ ഒപ്പം വാ. रब्बा